ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഡ്രാമ കാർണിവൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓ നെഗറ്റീവ് എന്ന സീരീസിൻ്റെ 16th എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു നിർത്തിയത് നമ്മുടെ പേണും ഫോണും തമ്മിലുള്ള ഒരു ഷോപ്പിംഗ് നടക്കുന്ന സ്ഥലത്ത് വെച്ചായിരുന്നല്ലേ കണ്ടത്. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നതും അവിടെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഫോണിങ്ങനെ പറയുന്നുണ്ട് പേണിനോട് നീ പോരണ്ടെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പേണിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അവനിങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ഫോണിനെ വിട്ട് പോകാനായിട്ട് പേണിന് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ തന്നെ നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ പ്രിമിനെ വിളിച്ച് പറയുന്നുണ്ട്, പ്രിം എനിക്ക് വരാൻ പറ്റത്തില്ല, എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, അപ്പോൾ അവരുടെ ഒപ്പം എനിക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകേണ്ടതുണ്ടെന്നൊക്കെ പറയട്ടോ. അതൊക്കെ നമ്മുടെ പെങ്കൊച്ചിനാണെങ്കിൽ ആദ്യം ഒന്ന് സങ്കടമാവുമെങ്കിലും നമ്മുടെ പ്രിം പറയുമ്പോൾ ഓക്കെ ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവളാണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മയോട് പറഞ്ഞേക്കുന്നത് എന്താണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ നമുക്ക് ലഞ്ച് മാറ്റി വെച്ചാലോ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് വർക്ക് ഉണ്ട്, അപ്പോൾ എനിക്ക് പോകേണ്ടതുണ്ടെന്ന് ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അമ്മ പറയുമ്പോൾ മോളെ കുഴപ്പമില്ല, നമുക്കിനി എപ്പോഴെങ്കിലും പോകാന്നുള്ള രീതിയിൽ അമ്മ പറയും കേട്ടോ. എന്നിട്ട് പറയും നീ നിൻ്റെ വർക്ക് ചെയ്തോ, കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിൻ്റെ സങ്കടമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ ആർട്ടിനെ വിളിക്കുന്നുണ്ട്, ഫോണാക്കിയിട്ട് പറയും പെട്ടെന്ന് കോളേജിലേക്കൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആർട്ടാണെങ്കിൽ ഭയങ്കര സന്തോഷപൂർവ്വം വരുന്നുണ്ട്. എന്നിട്ട് ആട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി പ്രിം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രിം പറയും എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നോട് കാര്യങ്ങൾ പറയാനുണ്ടെന്നിങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ പറയും എനിക്ക് പേണിനെ പറ്റിയാണ് പറയാനുള്ളത്, എന്താണ് എനിക്കറിയാം നിന്നോട് പേൺ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്, അതുപോലെ നിനക്ക് പേണിനെ പറ്റി എല്ലാം അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ എന്താ എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പെണ്ണ് പറയും നീയും അവനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സ് അല്ല ഒരുപാട് നാളായിട്ട്, പക്ഷേ അവൻ എന്തൊക്കെയോ എന്നോട് മറക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് എന്നൊക്കെ എന്നെ പറയട്ടോ. നിനക്കറിയാലോ എനിക്ക് പേണിനെ ഇഷ്ടമാണെന്ന് നിനക്കറിയാലോ, അതുപോലെ തിരിച്ച് അവൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടമാവും കേട്ടോ. എന്നിട്ട് പറയും എന്താണ് ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാറില്ല, സംസാരിക്കാറില്ല, പുറത്ത് പോകാറില്ല, അതേപോലെ തന്നെ അമ്മേനെ ടേക്ക് കെയർ ചെയ്യാൻ അവൻ പറഞ്ഞതായിരുന്നു, പക്ഷേ അവൻ വരാമെന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് മുന്നേ അവൻ എന്തോ വരുന്നില്ല എന്ന് പറയുന്നത്, എന്തോ എന്തൊക്കെയോ അവൻ ഒഴിഞ്ഞു മാറുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ പറയും അങ്ങനെ അവൻ ഒഴിഞ്ഞു മാറുന്ന ടീമല്ല, ചിലപ്പോൾ അവൻ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വർക്കും എല്ലാം വന്നിട്ടുണ്ടാവും, അല്ലാണ്ട് അവൻ കള്ളം പറയത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ പറയും നമ്മുടെ പ്രിം പറയും അവൻ പറഞ്ഞത് അവളുടെ ഫാമിലിൻ്റെ കൂടെ എന്തോ ഫുഡ് കഴിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും ചിലപ്പോൾ അതാവും അവൻ വരാത്തതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും അവൻ 5 മിനിറ്റ് മുന്നേ എന്നെ ഫോൺ വിളിച്ചിട്ട് വരാം റെഡി ആവാമെന്നൊക്കെ പറഞ്ഞതാണ്, പിന്നീട് അവൻ ഓരോ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞിട്ട് മാറാണ് ചെയ്യുന്നത്, അവനെന്തോ കള്ളം പറയുന്ന പോലെ എനിക്ക് തോന്നുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും നീ നമ്മുടെ പ്രീമിയ ആർട്ടിനോട് പറയുന്നുണ്ട് നീ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യരുത്, ഞാനും നിൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയാം എന്നാൽ നമുക്ക് അവൻ്റെ വീട്ടിൽ പോയി നോക്കാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് അത് ശരിയാണോ ചോദിക്കുമ്പോഴത്തേക്കും അതിനിപ്പോൾ എന്താ നമുക്കത് കൺഫേം ആക്കാമല്ലോ, നിൻ്റെ ഡൗട്ടും മാറുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പേണിനാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാർട്ടും പ്രിമ്മാണെന്നുണ്ടെങ്കിൽ പേണിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് കാറിലിനെ ഒരുപാട് ദൂരം പോകുന്നുണ്ട് കേട്ടോ. പകുതി എത്തുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം ഹാർട്ടിനോട് പറയും നമുക്കിനി പോകണോ, അത് ശരിയല്ല, ഇനിയിപ്പോൾ അവനെ വിശ്വാസമില്ലാത്ത പോലെ ആവില്ലേ, എനിക്കിത് ഇത്രയും ശരിയായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അതൊക്കെ ഹാർട്ട് പറയും എന്നാൽ നമുക്ക് തിരിച്ചു പോവാം, നിൻ്റെ ഡിസിഷൻ പോലെ ആവട്ടെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും ഓക്കെ നമുക്ക് തിരിച്ചു പോകാമെന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട് അന്ന് ഞാൻ എൻ്റെ കൂടെ വരണോ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും വേണ്ട എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണ്ട ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവൻ പറയാം ഓക്കെ നീ ഒരു സ്ഥലം പറഞ്ഞാൽ മതി ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയുമ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട് നീ ഒറ്റയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയുമ്പോൾ ഇല്ല ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറയട്ടോ. പിന്നെ പറയുന്നത് വെച്ചാൽ നമ്മുടെ പേൺ അവൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്, കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അവൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറാൻ പോകുമ്പോഴത്തേക്കും പേൺ എന്ന് പറഞ്ഞിട്ടൊരു വിളി കേൾക്കുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം ആയിരിക്കും കേട്ടോ. പ്രിം ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാവും ഞാൻ കള്ളത്തരമൊക്കെ പറഞ്ഞതാണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും പ്രിമിനെ പറയുന്നുണ്ട് നീ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ, നിൻ്റെ ഫാമിലിയുടെ കൂടെയാണ് നീന്ന് കള്ളം പറഞ്ഞതല്ലേ എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും അല്ല പ്രിം ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിമിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവട്ടോ അവനെ കള്ളം പറഞ്ഞതിൽ. എന്നിട്ട് അവൾക്കാണെങ്കിൽ അതിൻ്റെ സങ്കടം വന്നിട്ട് അവനെ കരയാൻ പോകണമല്ലോ ആവട്ടോ. അപ്പോൾ നമ്മുടെ ചെക്കനാണെങ്കിൽ എന്ത് പറയണമെന്നൊന്നും അറിയാണ്ട് അവനെ നോക്കി നിൽക്കുന്നുണ്ട്. അവൾ പറയും ഞാൻ വേറെ ഒന്നിനും വന്നല്ല, എനിക്കൊരു കാര്യം നിന്നോട് പറയേണ്ടതുണ്ടായിരുന്നു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു,
അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നതെന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ വേണ്ടിയിട്ട് സങ്കടമായിട്ട് അവനെന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. എന്നിട്ട് അവൾ പറയും, എനിക്ക് ഇതിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. കാരണം നീ എന്നോട് ചെയ്ത് അത്രയും വലിയ തെറ്റാണ്. നിനക്കറിയാം എൻ്റെ അമ്മേനെ ഞാൻ എങ്ങനെയാണ് നോക്കുന്നതെന്നും അമ്മ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിനക്കറിയാം. എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ കാണിച്ചില്ല എന്നൊക്കെ പറയും കേട്ടോ. അവളിങ്ങനെ സങ്കടപ്പെട്ട് അവൾ കാര്യം പറഞ്ഞിട്ട് പറയും, നിനക്ക് എന്നെക്കാൾ എന്തൊക്കെയോ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിനക്ക് എന്നെക്കാൾ ഇവർ ആരൊക്കെയോ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നീ അവരുടെ കൂടെ പോയാലും എനിക്കൊരു തെറ്റും പറയാനില്ല. പക്ഷെ നീ എന്നോട് കള്ളം പറഞ്ഞതിൽ എനിക്കൊരുപാട് സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, ഇല്ല അങ്ങനെയൊന്നുമല്ല പ്രേം, നീ എന്നൊന്ന് മനസ്സിലാക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അവൾ പറയും, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷെ അതെനിക്കിപ്പോൾ ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് പറയും, എനിക്ക് നിന്നോട് തല്ല് പിടിക്കാനും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ വളരെ സങ്കടമായിട്ട് അവനെ നോക്കി നിൽക്കുന്നുണ്ട്. അടുത്ത സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ ആർട്ടിനോടെല്ലാം പറയാൻ വേണ്ടി വന്നതായിരിക്കും കേട്ടോ. പേണിനെ പറയും, നമ്മുടെ പ്രിം എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. ഞാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ അവൾ എൻ്റെ വീട്ടിൽ വന്നു, എന്നിട്ട് എന്ത് പറയുന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പേണാണെന്നുണ്ടെങ്കിൽ പ്രിം പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് പ്രിമിനെ അവന് ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആർട്ടിനോട് എന്നെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ആർട്ടിനാണെങ്കിൽ ഹാർട്ട് ബ്രേക്ക് ആയ പോലെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ധൈര്യം നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മുടെ ആർട്ട് ചോദിക്കുന്നുണ്ട്, ഓക്കെ ഇനി എന്താ നിൻ്റെ തീരുമാനം എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, എന്താണ് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് ഞാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് പറയും, നിനക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നീ ചെയ്യുന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. എന്നാൽ നിനക്ക് ഫോണിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, എനിക്ക് ഫോണിനെ ഭയങ്കര ഇഷ്ടമാണ്, അവളാണ് എൻ്റെ ഒരു വൈബിനോട് ചേർന്ന പെൺകുട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല എന്നിങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിനാണെങ്കിൽ വരെ ദേഷ്യം വരും കേട്ടോ. നീ നിൻ്റെ മനസാക്ഷിയോട് ആദ്യം ചോദിക്കുക, എന്നിട്ട് നീ ഒരു തീരുമാനം എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആർട്ടിങ്ങനെ ഓരോന്നൊക്കെ പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പേണിന് വേറെ സങ്കടമാവും കേട്ടോ. നെക്സ്റ്റ് ഡേ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ടൈം അവൻ നൈറ്റ് ഫോണിൽ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കാണണം, അത്യാവശ്യമായിട്ട് മീറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മെസ്സേജ് അയക്കുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ ഫോണാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചെക്കനെ പറയുന്നുണ്ട്, നിൻ്റെ വീട്ടിലെ റിലേഷൻഷിപ്പിനെ പറ്റി അറിയുമെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ പറയും, നിനക്കറിയില്ല, ഞാൻ ഇതുവരെ അവരാരെയും അറിയിച്ചിട്ടില്ല, സമയമാകുമ്പോൾ അറിയിക്കാം എന്നുള്ള രീതിയിൽ എന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, വന്ന് നമുക്കിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കാം, എനിക്ക് തോന്നുന്നില്ല ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്ങൾക്ക് ഭയങ്കര ഷോക്കാവും, എന്താ പെട്ടെന്ന് ഇങ്ങനെയെന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും, എന്താണ് ഇതൊരു ഡേറ്റ് ആണോ ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത് കറക്റ്റല്ല, നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടും അവന് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പെങ്കൊച്ചിക്ക് മനസ്സിലാവും എന്തൊക്കെയോ അവനെ പറ്റിയിട്ടുണ്ട്, പക്ഷെ അവൻ ഫീൽ ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ പെങ്കൊച്ച് പറയും, ഓക്കെ ഇതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടോ കാണിക്കുന്നത്. അവൾക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും പിന്നീട് അവൾക്ക് ഭയങ്കര ഫീൽ ആവുന്നുണ്ട്, ഇവനെ പിരിയുന്നതിൽ അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. അവൾ ഇങ്ങനെ കരയുന്നതും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ഇവരുടെ കോളേജ് ഡേ ആണ് കേട്ടോ. കോളേജിൽ എല്ലാം കഴിഞ്ഞ് ഹോളിഡേ തുടങ്ങുന്ന സമയമാണ്, എക്സാം കഴിഞ്ഞ് ഹോളിഡേ തുടങ്ങുന്ന സമയമാണ്. അവിടെ പ്രിമാണെന്നുണ്ടെങ്കിൽ പേണിനോട് സംസാരിക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ചോമ്പൂക്ക് എന്തോ പോലെ ആകുന്നുണ്ട്. അതുപോലെ ഫോൺ അവിടെ വന്നിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കായിരിക്കും, ഫോൺ അവിടെ പോയി, എന്താ അവൾ വരാത്തെന്നുള്ള രീതിയിൽ സംസാരിക്കും. ആർട്ട് പറയും, ഫോൺ എന്താണ് ഹോളിഡേ ആയിട്ട് അങ്കിളിൻ്റെ കൂടെ ട്രിപ്പ് പോവാണ് UK എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ചോമ്പ പറയും, അപ്പോൾ ആർട്ടിൻ്റെ വീട്ടിൽ നമ്മൾ പോകാൻ തീരുമാനിച്ചില്ലായിരുന്നു, അതെന്താണെന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് ആർട്ട് പറയുമില്ല, അവരില്ലാണ്ട് നമ്മൾ എങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർട്ടും അവിടെ നിന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ചോമ്പ ചോദിക്കുന്നുണ്ട്, ഇതെന്താ എല്ലാവർക്കും എന്താ പറ്റിയെന്നുള്ള രീതിയിലും അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ ഹോളിഡേ സമയത്ത് നമ്മുടെ ആർട്ട് അവൻ്റെ വീട്ടിൽ വന്നേക്കാണ്. അപ്പോഴത്തേക്ക് അമ്മ ചോദിക്കുന്നുണ്ട്, ഫ്രണ്ട്സൊക്കെ അവിടെ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയില്ല അവർ വന്നില്ല ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ ചോദിക്കുന്നുണ്ട്, അവരുണ്ട് കരുതിയിട്ടില്ല ഞാൻ ഒരുപാട് വെറൈറ്റി ഫുഡ്സൊക്കെ ഉണ്ടാക്കി വെച്ചത്, ഇപ്പം ഇതൊക്കെ ആര് കഴിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെക്കൻ പറയും, ഒന്നും സാറില്ല, അതൊക്കെ ഞാൻ കഴിച്ച് തീർത്തോളാം എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത കാണിക്കുന്നത് നമ്മുടെ പ്രിമിൻ്റെ വീട്ടിലാണ് കേട്ടോ. പ്രിമാണെന്നിങ്ങനെ ഷോ കാണിച്ചിരിക്കുമ്പോഴത്തേക്ക് അമ്മ സംസാരിക്കാൻ വരാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും. അപ്പോഴത്തേക്കും പ്രിമ എല്ലാ കാര്യങ്ങളും അമ്മയോട് ഓപ്പണായിട്ട് പറയുന്നത്, അതായത് പേണിനെ പറ്റിയാണ് പറയുന്നുണ്ടാവുക. പറയും, എനിക്ക് പേണിനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ ചോദിക്കും, അവന് നിന്നോട് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും, അതെനിക്ക് അറിയില്ല, പക്ഷെ ഒരു സമയത്ത് അവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, പക്ഷേ ഈ ഇടയ്ക്കായിട്ട് അവൻ ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു മറന്ന പോലെ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല അവൻ്റെ സ്വഭാവം എന്താ എങ്ങനെയെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഞാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും പ്രിമിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ പേണിനെയും ഫോണിനെയും അടുത്ത് ഇടപഴകുന്നത് കണ്ടതിങ്ങനെ ഓർക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ പ്രിമിൻ്റെ അമ്മ പറയും,
എന്താണ് സ്നേഹിക്കുന്നതിലൊന്നും തെറ്റില്ല, പക്ഷേ എന്താണ് നിനക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ അതൊരു റിലേഷൻഷിപ്പ് ആക്കാതിരിക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും എന്താണ് നിങ്ങളെപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്, അതിനേക്കാളും ബെറ്ററായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, ഞാൻ നിനക്കൊരു അഡ്വൈസ് തന്നെന്നുള്ളൂ, നീ ഇനി മനസ്സിലാക്കിയിട്ട് നീ ഒരു കാര്യം തീരുമാനിക്കുന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും പ്രേം പറയാം ഓക്കെ അമ്മ പറഞ്ഞത് തന്നെ ഏറ്റവും ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവളിനെ നന്നായിട്ട് റിലാക്സ് ആവുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നത് ഒരു ഹോളിഡേയ്സൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അവർ കോളേജിലേക്ക് വരുന്നുണ്ട്. ആ ടൈമിൽ പ്രിമ്മിന് വെയിറ്റ് ചെയ്ത് നമ്മുടെ പോൺ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പോൺ പറയും പ്രിം എനിക്കൊരു ചാൻസ് കൂടി നീ തന്നുകൊണ്ട് ചോദിക്കുമ്പോഴത്തേക്കും പ്രിം ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ത് ചാൻസാണ് നിങ്ങൾക്ക് തരേണ്ടത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പോൺ പറയും തിരിച്ചും പഴയ പോലത്തെ ഒരു ഫ്രണ്ടായിട്ടിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് നീ എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രിം പറയും ഓക്കെ ഞാൻ എനിക്കൊരു ചാൻസ് തരാം, പക്ഷേ എനിക്ക് കുറച്ചും കൂടി ടൈം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് വേറെ ഒന്നും സംസാരിക്കാതെ അവൾ അവിടെ നിന്ന് പോകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹേർട്ടാവും കേട്ടോ. പിന്നെ ഇതെല്ലാം നോക്കി നിന്നുകൊണ്ട് നമ്മുടെ ആർട്ട് അവിടെ നിൽപ്പുണ്ടാവും കേട്ടോ. പഴയ പോലെ അതൊന്നും മിണ്ടാതെ എല്ലാം മനസ്സിൽ വെച്ചിട്ട് അത് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി, ബൈ.